ഇത് ബാംഗ്ലൂരിൽ നിന്ന് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്കുള്ള ഒരു ലാസ്റ്റ് മിനിറ്റ് യാത്രയുടെ അനുഭവങ്ങളാണ്. മൂകാംബിക അമ്മയുടെ ദർശനത്തിൽ തുടങ്ങി കൊടജാദ്രിയുടെ മുകളിലെ സമാധാനത്തിൽ അവസാനിച്ച ഒരു യാത്ര. ഒരുപാട് നാളെ അവിടേക്ക് പോകാനുള്ള ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ എന്തോ കാരണങ്ങളാൽ ഓരോ തവണയും മാറ്റിവെക്കപ്പെടുകയായിരുന്നു. യാത്രക്കിടെ ഒരിക്കൽ ബസ് സ്കിഡായി നിയന്ത്രണം പോകാനായി. പിന്നീട് വഴിതെറ്റി വീണ്ടും തിരിച്ചു വരേണ്ടിയും വന്നു. രാവിലെ 6 മണിക്ക് എത്തേണ്ട ഞാൻ ഒടുവിൽ 8:30 ആയപ്പോഴാണ് കൊല്ലൂരിലെത്തിയത്. ക്ഷേത്രത്തിന്റെ ഗസ്റ്റ് ഹൗസ് എല്ലാം ഓൺലൈൻ ബുക്കിംഗോടെ നേരത്തെ തന്നെ ഫുള്ളായിരുന്നു. ഒടുവിൽ വൈകുന്നേരം വരെ ഒരു പ്രൈവറ്റ് റൂം തട്ടിക്കൂട്ടി. ശേഷം 1/2 കിലോമീറ്ററോളം നടന്ന് സൗവർണിക നദിയിലേക്ക് പോയി ഒരു മുങ്ങിക്കുളി. തൊട്ടടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. തുടർന്ന് മൂകാംബിക അമ്മയുടെ ദർശനത്തിനായി ക്ഷേത്രത്തിലേക്ക്. വളരെ വലിയ ക്യൂ ആയിരുന്നെങ്കിലും ആ ദർശനവും അവിടെയുള്ള ഓരോ നിമിഷവും ഒരു പ്രത്യേക അനുഭൂതി സമ്മാനിച്ചു. അമ്പലത്തിൽ നിന്ന് ഉച്ചഭക്ഷണവും കഴിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് ഞാൻ കൊടജാദ്രിയെക്കുറിച്ച് ആലോചിക്കുന്നത്. ചൂടുകാലമായതുകൊണ്ട് അടച്ചിട്ടിരിക്കുമെന്ന് കരുതിയിരുന്ന കൊടജാദ്രി പക്ഷെ ഭാഗ്യവശാൽ തുറന്നിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു ജീപ്പും പിടിച്ച് മുകളിലേക്ക്. ജീപ്പ് യാത്ര തന്നെ ഒരു വലിയ അഡ്വഞ്ചർ ആയിരുന്നു. ഓഫ് റോഡ് വഴികളും കല്ലുകളും കാടുകളും നിറഞ്ഞ പാത. ആ ഡ്രൈവർമാരുടെ ഡ്രൈവിംഗ് സ്കില്ല് കണ്ടാൽ അതിശയിക്കാതെ വയ്യ. ആ ജീപ്പ് നമ്മെ മൂകാംബിക ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായ മറ്റൊരു അമ്പലം വരെ എത്തിക്കും. അവിടെ നിന്ന് ബാക്കി ട്രക്ക് ചെയ്ത് മുകളിലേക്ക് പോകണം. വഴി വളരെ അപകടകരമായിരുന്നു. ഒരു തെറ്റായ കാൽവെപ്പ് മതി താഴേക്ക് വീഴാൻ. പക്ഷേ മലമുകളിലെത്തിയപ്പോൾ ആ മുഴുവൻ കഷ്ടപ്പാടും മറന്നു. മൂടൽ മഞ്ഞും തണുത്ത കാറ്റും മലകളെ തൊടുന്ന മേഘങ്ങളും. ഒടുവിൽ ആദിശങ്കരാചാര്യർ തപസ് ചെയ്തതായി വിശ്വസിക്കുന്ന സർവജ്ഞപീഠത്തിൽ എത്തി. ആ അനുഭവം വാക്കുകളിൽ വിവരിക്കാൻ കഴിയില്ല. കുറച്ചുനേരം അവിടെ ശാന്തമായിരുന്നു. മുഖത്ത് തട്ടുന്ന മൂടൽ മഞ്ഞും ചുറ്റുമുള്ള നിശബ്ദതയും മനസ്സിനെ ഒരു പ്രത്യേക സമാധാനം നൽകി.